മക്കൾക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളാണ് മകന്റെ ഭാര്യ, അവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞതിൽ എന്ത് സ്ത്രീവിരുദ്ധതയാണ്. വിവാഹം കഴിച്ചു വരുമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ വീട്ടിൽ വിവാഹം കഴിച്ച് പുരുഷന്മാരാരും വീട്ടിലേക്ക് വരുന്നില്ല, സ്ത്രീകൾ മാത്രമേ വീട്ടിലേക്ക് വരുന്നുള്ളൂ. ഈ പുരുഷന്മാർക്കും കൂടി പറഞ്ഞു കൊടുക്കണം എന്ന് പറയാമായിരുന്നില്ലേ? വീട്ടിലേക്ക് വരുന്ന വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു വരുന്ന പുരുഷന്മാരുണ്ട്, അവർക്ക് ഈ റെസിപ്പി പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഷെഫുള്ള നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മരണപ്പെട്ട നൗഷാദ് നല്ല ഷെഫായിരുന്നില്ല. ലോകത്ത് തന്നെ എത്രയോ പ്രധാനപ്പെട്ട ഷെഫുമാരെല്ലാം തന്നെ പുരുഷന്മാരാണല്ലോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ കാണുന്നുണ്ടല്ലോ സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ അതിന് ശരിക്കും അദ്ദേഹം പറയേണ്ടത്, ഞാൻ ഉദ്ദേശിച്ചതാണ് അത് ശരിക്കും ഇതുകൂടി പറയേണ്ടതായിരുന്നു. അത് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതല്ല. അത് ഈ ഇത്തരത്തിലുള്ള അറിവുകൾ ഭാവിയിൽ വരുന്ന പുരുഷനും സ്ത്രീയും ഉൾപ്പെടെ എല്ലാവർക്കും കൈമാറണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ലിപ്പ് ഔട്ട് എങ്കിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ എന്ന് പറയേണ്ട സത്യസന്ധതയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചിരുന്നത്. അത് മാത്രം കണ്ടാൽ മതി. അതത്ര വ്യക്തമാക്കിയാൽ അദ്ദേഹത്തിന്റെ തിളക്കത്തോട് കൂടില്ലേ. അതിന് പകരം വീണ്ടും ഇതങ്ങ് ആളുകൾ കേട്ടിരിക്കല്ലേ. വിവാഹം കഴിച്ചിരുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചിരുന്ന ആൺകുട്ടിയെ കാണണ്ടേ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുടുംബഘടനയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടല്ലോ. അത് ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിലൂടെ കുറെ മാറി വരേണ്ട കാര്യമാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്.